ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് വെട്ടിക്കളയുന്ന പീസ് കൊണ്ട് ഇതുപോലൊരു അടിപൊളി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ സൈഡ് പീസ് കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രോക്കാണിത്. എല്ലാ ചുരിദാർ മെറ്റീരിയലിനും ഇതുപോലെ തുണി കിട്ടണമെന്നില്ല. നല്ല വീതിയുള്ളതും കൈക്ക് വേറെ തുണി വരുന്നതുമായ മെറ്റീരിയലുകൾ ഉണ്ട്. ഇതിപ്പോൾ ചുരിദാറിൻ്റെ കഴുത്ത് ഇതിമ തന്നെ വന്നതായതുകൊണ്ട് സൈഡിൽ നിന്ന് ചെറിയ 2 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിൽ നിന്ന് കുറച്ച് വീതിക്കുള്ളത് കിട്ടും. ബാക്ക് പീസ് ഇതുപോലെയാണ് ഞാൻ മടക്കുന്നത്. ഫ്രണ്ട് പീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അതിനനുസരിച്ച് ബാക്ക് പീസും വെട്ടിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുണി നമുക്ക് ഫ്രോക്കിനായിട്ട് ഉപയോഗിക്കാം. ഈ മെറ്റീരിയലിന് കൈക്ക് വേറെ തുണി വന്നതുകൊണ്ട് സൈഡ് പീസ് നമുക്ക് ഫ്രോക്കിനായിട്ട് ഉപയോഗിക്കാം. സിഗരറ്റ് പാൻറ്റൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങിനുള്ള തുണി പാൻറ്റും വന്ന് കിട്ടുകയും ചെയ്യും. ബാക്ക് പീസും വന്ന് കിട്ടിയ തുണിയാണ് ഇത്. ഫ്രണ്ട് പീസിൽ നിന്ന് കിട്ടിയ തുണി ഇത്. ഫ്രണ്ട് ഭാഗത്തുനിന്ന് കിട്ടിയ ഈ പീസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ബോഡി കട്ട് ചെയ്യുന്നത്. ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ബോഡി കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രോക്കിൻ്റെ ബോഡി ഇറക്കം 9 ഇഞ്ചാണ് എടുക്കുന്നത്. വീതി ഒരു 7 ഇഞ്ചുമാണ് എടുക്കുന്നത്. 7 ഇഞ്ച് വീതിയും 9 ഇഞ്ച് ഇറക്കവും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. കഴുത്തിറക്കം ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്ത് അകലം ഒരു 2 ഇഞ്ചും അടയാളപ്പെടുത്തുക. ഈ തുണിയൊന്ന് ലെവലാക്കി വെട്ടി കൊടുക്കുക ആദ്യം. എന്നിട്ട് കൈക്കുഴി ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡർ ഒരു 5 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഷോൾഡർ വന്ന് താഴേക്ക് കൈക്കുഴി ഈ ഒരു ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം. ഇനി വരഞ്ഞതിലൂടെ ഈ തുണി കട്ട് ചെയ്തെടുക്കാം. ഇനി കഴുത്ത് വെട്ടിക്കൊടുക്കാം. ഇതേപോലെ കഴുത്തൊന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് ഒരു സൈഡിലെ ഒരു ഭാഗത്തെ കൈയിൻ്റെ സൈഡ് ഇതുപോലൊന്ന് വെട്ടിക്കൊടുക്കുക. ഫ്രണ്ടത്തെയും ബാക്കത്തെയും രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് വെട്ടേണ്ടത്. ഇതേ ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കുക. ഇനി ഇത് നിവർത്തിയാൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോഡി വെട്ടിയതിൻ്റെ ബാക്കി പീസില്ലേ അതൊന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്ക് പീസും ലെവലാക്കി കട്ട് ചെയ്യുക. ഇനി ഫ്രണ്ട് പീസിൽ നിന്ന് ബാക്കി വന്ന വെട്ടി ലെവലാക്കിയ ആ തുണി ബാക്ക് പീസിൽ ഇറക്കം കൂടാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുണിക്ക് നല്ല ഇറക്കം കിട്ടും. ഇനി ബോഡിക്ക് വേണ്ട ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. ബോഡി ഇതേപോലെ തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേപ്പിൽ വെട്ടിയെടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ അടിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ ബോഡി പാർട്ട് ഇതുപോലെ വെക്കുക. നല്ല വശം ലൈനിങ്ങിനോട് ചേരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ ഇതുപോലെ ഇതിലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ബോഡി പാർട്ടിനനുസരിച്ച് ലൈനിങ്ങിൻ്റെ തുണി നമുക്ക് വെട്ടി മാറ്റി കൊടുക്കാം. അതിനുശേഷം തയ്യൽ തുമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്യുക. സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് കട്ട് ചെയ്ത് പോവാതെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസും ഇതേപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് ഒരു പീസ് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് കൈക്കുഴീൻ്റെയും കഴുത്തിൻ്റെയും ഒക്കെ സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. പതിച്ചടിച്ചതിന് ശേഷം ഈ ഒരു പീസ് മറ്റേ ഈ പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക. ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് വലിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഷോൾഡർ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ കിട്ടും. എന്നിട്ട് മറ്റേ പീസും കഴുത്തും കൈക്കുഴിയും പതിച്ചടിച്ച് കൊടുക്കുക. ബോഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞൊറി ഇട്ട് കൊടുക്കണം. താഴേക്കുള്ള ഞൊറി ഇട്ട് കൊടുത്തിട്ട് ഞൊറി ഈ ബോഡിമേൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഞൊറി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ വെച്ചിട്ട് വേണം ഞൊറി ബോഡിമേൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. നല്ല വശത്തോട് ചേർത്തിട്ട് വേണം ഞൊറിയും ഫിറ്റ് ചെയ്യാൻ. അതിനുശേഷം ലൈനിങ്ങിൻ്റെ തുണിയിൽ ഞൊറിയിട്ടിട്ട് അടിയിൽ ലൈനിങ്ങിൻ്റെ പീസുമിൽ ലൈനിങ്ങിൻ്റെ ഞൊറിയും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഫ്രോക്കൊന്ന് തിരിച്ചിട്ടിട്ട് കൈക്കുഴി രണ്ടും ഒപ്പിച്ച് പിടിച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. 2 സൈഡിലൂടെയും സ്റ്റിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഫ്രോക്കിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം.
പിന്നെ കഴുത്തിനും അരക്കും ഒക്കെ ലേസ് വെച്ച് കൊടുക്കുക. അത് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതൊക്കെ വെക്കുമ്പോൾ ഫ്രോക്കിന് ഭംഗി കൂടും. അപ്പോൾ ഇനി എല്ലാവരും ചുരിദാറിൻ്റെ സൈഡൊന്നും വെട്ടിക്കളയാതെ ഇതുപോലെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.